ഒരു റെഫ്രിജറേറ്ററിൻ്റെ വില 20% കൂട്ടിയ ശേഷം 10% കുറച്ചാൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം എത്ര ശതമാനം? റെഫ്രിജറേറ്ററിൻ്റെ വില ആദ്യം 20% കൂട്ടി, അതിനുശേഷം 10% കുറച്ചു. നമ്മൾ കാണേണ്ടത് അതിൻ്റെ അവസാന വിലയിൽ ആദ്യ വിലയേക്കാൾ എത്ര ശതമാനം മാറ്റം വന്നു എന്നാണ്. ഇങ്ങനത്തെ ഒരു കണക്ക് വന്നാൽ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം എക്സ് കൂട്ടണം വൈ കൂട്ടണം എക്സ് ഇൻറ്റു വൈ ബൈ 100 എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. ഇതിൽ എക്സും വൈയും നമുക്ക് ചോദ്യത്തിൽ തരുന്ന 2 ശതമാനങ്ങളാണ് എക്സും വൈയും. നമുക്ക് ഇത് ആദ്യം 20% കൂട്ടുമ്പോൾ നമ്മൾ തരുന്നത് പോസിറ്റീവായിട്ട് എടുക്കണം, കുറയ്ക്കുമ്പോൾ ആ ശതമാനം നെഗറ്റീവായിട്ട് എടുക്കണം. അതാണ് വ്യത്യാസം. കൂട്ടുമ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുക, കുറയ്ക്കുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എക്സ് എന്നുള്ളടത്ത് ആദ്യം 20 എന്ന് എഴുതാം. കൂട്ടുകകൊണ്ട് അതിന് ചിഹ്നം വേണ്ട, പോസിറ്റീവാണ്. അപ്പോൾ എക്സിന് പകരം 20, പിന്നെ വൈന് പകരം 10 കുറയ്ക്കുകയാണ്. അപ്പോൾ -10 നടണം. 20 - 10. ഇനി പ്ലസ് ഇട്ടിട്ട് എക്സ് ഇൻറ്റു വൈ, ഈ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം. ഏതൊക്കെ? 20ഉം -10ഉം ഗുണിക്കണം. 20 ഇൻറ്റു -10 ബൈ ഇട്ടിട്ട് ഛേദം 100. ഇത് 20 10 കുറയ്ക്കാൻ നമുക്ക് ആദ്യം 20 10 കുറച്ചാൽ 10 എന്നായി. കൂട്ടണം. 20 ഇൻറ്റു 10 200 പക്ഷേ ഇത് പോസിറ്റീവും നെഗറ്റീവ് ആവുമുണ്ട്. ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും ഗുണിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടും. അപ്പം -200 ബൈ 100. ഇനി 10 പ്ലസ് 200 ബൈ 100 2 നമുക്കറിയാം. ഇനി നെഗറ്റീവും പോസിറ്റീവും ഹരിച്ചാൽ നെഗറ്റീവാണ് വരിക. നെഗറ്റീവും പോസിറ്റീവും ഗുണിച്ചാലും നെഗറ്റീവ് പോസിറ്റീവും ഹരിച്ചാലും ഉത്തരം നെഗറ്റീവാണ്. 10 കൂട്ടണം -2. ഇത് കൂട്ടുക എങ്ങനെയാണ്? ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. അപ്പോൾ ഇവിടെ 10 2 കുറച്ചാൽ 8. വലിയ സംഖ്യ പോസിറ്റീവാണ്, അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് അല്ലെങ്കിൽ ചിഹ്നം ഇടണ്ട. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി. ഇത് ചിഹ്നം പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? റെഫ്രിജറേറ്ററിൻ്റെ വില പോസിറ്റീവ് ആയതുകൊണ്ട് റെഫ്രിജറേറ്ററിൻ്റെ വില 8% കൂടും.